manifestation. Welcome to the session on manifestation. What is manifestation? എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ ആണ് മാനിഫെസ്റ്റേഷൻ. അതിനായിട്ട് എന്തെല്ലാമാണ് വേണ്ടത്? ഒന്നാമതായിട്ട് നമ്മളൊരു നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമല്ലോ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ലൈഫിൽ എന്നുള്ളതാണ് നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾസിനെ പറ്റി നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെ, എന്താണ് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് നല്ല ക്ലാരിറ്റി ഒന്നാമതായിട്ട് വേണം. അതായത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് എത്തിക്കോളും, നമ്മളിലേക്ക് വന്നോളും എന്നുള്ളൊരു ചിന്തയൊന്നും പാടില്ല. ക്ലിയർ കട്ട് ആയിരിക്കണം നമ്മുടെ ഗോള്. പിന്നെ നമ്മുടെ ഇമോഷനും നമ്മുടെ എനർജിയും ആക്ഷൻസും എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരവും നമ്മുടെ ഊർജവും നമ്മുടെ പ്രവൃത്തികളും എല്ലാം കൂടി മെർജ് ചെയ്യണം. എങ്ങനെ? അപ്പോഴേ ഇത് റിയാലിറ്റിയിൽ വരുള്ളൂ, ഇത് സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങളാണ്: നമ്മുടെ എനർജി, പിന്നെന്തൊക്കെയാ നമ്മുടെ ഇമോഷൻസ് വികാരങ്ങള്, പിന്നെ നമ്മുടെ ആക്ഷൻസ് പ്രവൃത്തിയും വേണമല്ലോ, അല്ലാതെ വെറുതെ എനർജിയും വികാരങ്ങള് ഇരുന്നിട്ട് കാര്യമില്ല, ആക്ഷൻസ് വേണം. അതാണ് വേണ്ടത് 3 കാര്യങ്ങൾ. പിന്നെ ഡെഫിനറ്റ്ലി വിഷ്വലൈസേഷൻ ആൻഡ് ഫീലിങ്സ്. നമ്മള് മാനിഫെസ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും കൂടുതലായിട്ട് വേണ്ട എന്താണ്? നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എന്താണോ ആ ഗോള് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ആ ഫീലിങ്ങോടുകൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ആ ഫീലിംഗ് ഇതെങ്ങനെ? അത് കിട്ടിയതായി നമ്മൾ സങ്കല്പിച്ചുകൊണ്ടുള്ള ഫീലിംഗ്. ടീച്ചറും പറഞ്ഞത് നമുക്ക് അറിയാതെ ഓൾറെഡി അല്ലെ. നമ്മളത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ഫീലിങ്സ് എന്താണ്? അത് 100% നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഒരു സംശയം പാടില്ല അവിടെ, കിട്ടുമോ ഇല്ലയോ അല്ലെ, നമുക്കത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെ ഒന്നും പാടില്ല. ഈ ഒരു അവസ്ഥയിൽ എനിക്കതിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ലെവലേശം പാടില്ല അല്ലെ. 100% നമ്മുടെ ഫീലിങ്സ് കറക്റ്റ് ആണെങ്കിൽ, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മിറക്കിൾ സംഭവിക്കുന്നതാണ് പറയുന്നത്. അവിടെ യൂണിവേഴ്സിൽ നിന്ന് ഒരു മിറക്കിൾ സംഭവിക്കും, അത് നമ്മളിലേക്ക് ആ ഗോൾ വരും എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ആക്ഷൻ എടുക്കണം. എല്ലാത്തിന്റെയും പുറകിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മാനിഫെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരുന്ന ഒന്നും നടക്കൂല. നമ്മൾ ആക്ഷൻ എടുക്കണം, പ്രവർത്തിക്കണം അല്ലെ. അപ്പം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഇത്തരം കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ആകുന്ന പറയും, നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻഡ് ആകുക എന്ന് പറയും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്തൊക്കെയാന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാവുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്തൊക്കെയാ? ഒന്ന് നിങ്ങൾ ഏത് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് ചാറ്റിൽ ടൈപ്പ് ചെയ്യാവോ? മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് നോർമലായിട്ട്? ഏതെല്ലാം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്? ചാറ്റിലൊന്നും കാണുന്നില്ലല്ലോ, ധൈര്യമായിട്ട് എഴുതിക്കോ, എന്തുവേണ്ടെങ്കിൽ എഴുതിക്കോ. അത് ചാറ്റ് ഞാൻ ഓഫല്ലല്ലോ ചാറ്റ് അല്ലേ? അപ്പൊ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ അഫർമേഷൻസ് എഴുതൂലേ? അത് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, അഫർമേഷൻസ് എഴുതാറുണ്ട്. അത് കൂടാതെയുള്ള ചില സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ? ആര് എഴുതി? 11. ധന്യ. 11 മാത്രമല്ല, 11 എന്നാണ് ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമ്മൾ പറയുന്നത്. 11. പക്ഷെ അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കാണാം. കാര്യം ടീച്ചറും പഠിപ്പിച്ച കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് കൂടാതെ വീണ്ടും ഒട്ടനവധി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും നമ്മൾ ഇതെല്ലാം കൂടി പഠിക്കണമെന്ന്. അത് നമുക്ക് അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാല്, നമ്മുടെ സാവകാശം, നമുക്കുള്ള സമയം, പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ്, നമുക്ക് ഏറ്റവും നല്ലത് ഏതാ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഏത് വേണം തിരഞ്ഞെടുക്കാം അല്ലെ. ഒരു ലക്ഷ്യത്തിലെത്താനായിട്ട് പല വഴികളുണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉചിതമായ വഴിയിൽ കൂടി നമ്മൾ പോകണം. പക്ഷെ ആ വഴി കൂടി നമ്മൾ പോണെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ വഴികൾ അവിടെ ഉണ്ടെന്ന് അറിയണമല്ലോ അല്ലെ. ലക്ഷ്യസ്ഥാനം നമുക്കറിയാം, അത് ഒരു ദൂരത്തിൽ നിൽക്കുകയാണ്. പക്ഷെ വഴികൾ അറിഞ്ഞാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല വഴി ഏതാണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഇറ്റ് ഇസ് കോൾഡ് 222 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയും. ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു അഫർമേഷൻ എത്ര പ്രാവശ്യം എഴുതും? 22 പ്രാവശ്യം എഴുതും. എത്ര ദിവസത്തേക്ക്? 2 ദിവസത്തേക്ക്. ഓക്കെ. ഒരു അഫർമേഷൻ നമുക്ക് വേണ്ട ഒരു കാര്യം. അത് എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കണം. നമ്മൾ ഒന്ന്
അത് കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അത് കിട്ടുമ്പോഴുള്ള ആ വിഷ്വലൈസേഷൻ നമുക്ക് അത് മനസ്സിൽ കാണണം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും അല്ലെ? അതും ആ ഫീലിങ്ങോട് കൂടി നമ്മൾ എഴുതുക. ഒരു അഫർമേഷൻ എത്ര പ്രാവശ്യം? 22 പ്രാവശ്യം എഴുതണം 2 ദിവസത്തേക്ക്. അത് കുറച്ച് സമയം കുറവുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ എഫക്ട് കുറയുന്നില്ല ഒരിക്കലും കേട്ടോ. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് 222. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തല്ലോ, 222. 22 പ്രാവശ്യം ഒരു അഫർമേഷൻ 2 ദിവസത്തേക്ക് എഴുതുന്നത്. അത് വേണം വൈകിട്ട് എഴുതാം, ഒരു സമയം എഴുതാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എഴുതാം. സെയിം ടൈം ഫോളോ ചെയ്താൽ മതി നിങ്ങൾ. പിന്നെ വരുന്നത് 333. ഇതേപോലെ 333 ഉണ്ട്. 333 എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ അതിന്റെ മീനിങ്? 33 പ്രാവശ്യം ഒരു അഫർമേഷൻ എത്ര ദിവസത്തേക്ക് എഴുതും? 3 ദിവസത്തേക്ക് എഴുതും. ഓക്കെ, അതാണ് 333 എന്ന് പറയുന്നത്. ഒരു അഫർമേഷൻ 33 പ്രാവശ്യം 3 ദിവസത്തേക്ക് എഴുതും. അപ്പൊ ഇവിടെ 3 വന്നില്ലേ? ഇതിന് പറയുന്നത്, ഇതിന്റെ മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടൊരു മെത്തേഡാണിത്. കാരണം എന്താണെന്നറിയോ? ഈ ന്യൂമറോളജിയിൽ 3 എന്ന് പറയുന്ന നമ്പറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 3 റെപ്രസെന്റ്സ് കംപ്ലീഷൻ ആൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. 3യുടെ പ്രത്യേകത എന്താ? ഒരു കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുഴുമിക്കല്. കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ആൻഡ് ക്രിയേഷൻ, ഒരു പുതുതായിട്ട് എന്തെങ്കിലും സൃഷ്ടിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്താ സൃഷ്ടിക്കാൻ നോക്കണത്? നമ്മുടെ ഒരു ഗോള്, നമ്മുടെ ലക്ഷ്യമല്ലേ നമ്മൾ സൃഷ്ടിക്കാൻ നോക്കുന്നത്. അപ്പൊ 3 എന്ന് പറയുന്ന നമ്പറിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതിന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് എന്നാണ് 333 പറയുന്നത്. പിന്നെ പറയുന്നത് 444 എന്നുള്ള മെത്തേഡാണ്. 444 ഞാൻ പറയണ്ടല്ലോ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 44 ടൈംസ് എഴുതും ഒരു അഫർമേഷൻ. 44 പ്രാവശ്യം എഴുതും. എത്ര ദിവസത്തേക്ക്? 4 ദിവസത്തേക്ക്. അതാണ് 444. ഒരു അഫർമേഷൻ 44 ദിവസം, 44 പ്രാവശ്യം 4 ദിവസത്തേക്ക് എഴുതുന്നതാണ് 444. 444 പക്ഷെ അധികം നമ്മൾ ഉപയോഗിച്ച് കാണാറില്ല. പക്ഷെ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ട്. പിന്നെ വരുന്നതാണ് 555. 555യുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് 555. നിങ്ങളുടെ ടീച്ചർമാർ വന്നിട്ടുള്ള ജേണൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ജേണലില്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലില് നമ്മൾ കാണാമല്ലോ, ഒരു സെക്ഷൻ 555 അഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എഴുതാത്. ഓക്കെ, 555 ഞാൻ പറഞ്ഞു മോസ്റ്റ് പോപ്പുലർ ആണ്. ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. അഫർമേഷൻസിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിൽ അതിനൊരു പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഗോൾഡ് സ്റ്റാൻഡേർഡ്. അത് 5 എന്ന് പറയുന്ന നമ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്നതാണ്. 5 നമ്പർ ന്യൂമറോളജിയിലെ കാര്യമായി പറയണം കേട്ടോ. 5 എന്നുള്ള നമ്പർ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ഒരു ചേഞ്ചിനെ, ഒരു മാറ്റം സൂചിപ്പിക്കുന്നതാണ് 5 എന്ന നമ്പർ സ്പെഷ്യാലിറ്റി. നമ്മൾ ഒരു മാറ്റമല്ലേ ആഗ്രഹിക്കണത് ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് ഈ 555 ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുകയാണ്. 555 എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു അഫർമേഷൻ എത്ര പ്രാവശ്യം എഴുതും? 55 പ്രാവശ്യം 5 ദിവസത്തേക്ക് എഴുതും. അതാണ് 555. വൺ അഫർമേഷൻ 55 ടൈംസ് എവറി ഡേ യു റൈറ്റ് ഫോർ 5 days. 5 ദിവസത്തേക്ക് എഴുതുക. അതാണ് 555. പിന്നെ അടുത്ത ടെക്നിക്കാണ് 777 എന്നൊരു ടെക്നിക്ക് ഉണ്ട്. 777 നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അഫർമേഷൻ 77 പ്രാവശ്യം 7 ദിവസത്തേക്ക് എഴുതുന്നതല്ല. ഓക്കെ, 777 എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു അഫർമേഷൻ 7 പ്രാവശ്യം രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പ് എഴുതുന്നു 7 ദിവസത്തേക്ക്. മനസ്സിലായോ? ഒരു അഫർമേഷൻ 7 ദിവസത്തേക്ക് രാവിലെയും വൈകിട്ടും 7 പ്രാവശ്യം എഴുതണം. ഓക്കെ, അത് നല്ലൊരു ടെക്നിക്കാണ്. അതിന് ദ മോസ്റ്റ് സ്പിരിച്വൽ ടെക്നിക്ക് എന്ന് പറയും. കാര്യം 7 എന്ന് പറയുന്ന നമ്പറുടെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? അതൊരു ഡിവൈൻ അലൈൻമെന്റും ലക്കിനെയൊക്കെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. ഇതൊക്കെ ന്യൂമറോളജി ആയിട്ട് കണക്റ്റഡാ. ലക്കിനെ സൂചിപ്പിക്കുന്ന നമ്പർ. നമുക്ക് 7 എന്നുള്ള നമ്പറിനോട് പലപ്പോഴും ഒരു പ്രത്യേക ഒരു ആഭിമുഖ്യം തോന്നാറുണ്ട്, ഒരു താല്പര്യം തോന്നാറുണ്ട് അല്ലെ? പിന്നെ നമ്മള് എന്താ പറയാ, വണ്ടിയുടെ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ 7 വന്നാൽ നമുക്ക് ഇഷ്ടമാണ്. മൊബൈൽ നമ്പറിൽ 7 വരുന്നത് ഇഷ്ടമാണ്. ന്യൂമറോളജിയിൽ ലക്കിനെ സൂചിപ്പിക്കുന്നതാണത്. ഓക്കെ, പിന്നെ ഡിവൈൻ അലൈൻമെന്റ്, ഒരു ഡെഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്? ഒരു പരിശുദ്ധത അതിനകത്തുള്ളൊരു നമ്പർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 777 മാനിഫെസ്റ്റേഷനിൽ ഇതാണ് ചെയ്യണത്. അപ്പൊ എന്താ ചെയ്യണത്? 777 ഒരു അഫർമേഷൻ രാവിലെയും വൈകിട്ടും 7 പ്രാവശ്യം വെച്ച് 7 ദിവസത്തേക്ക് എഴുതുന്നു. അതാണ് 777.
അതുപോലെ 888 ഉണ്ട്. 888 അത് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെയാണ്. എന്താണ്? 88 പ്രാവശ്യം ഒരു അഫർമേഷൻ 8 ദിവസത്തേക്ക് എഴുതുന്നതാണ് 888. 88 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഒരു സമയത്ത് എഴുതാം, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. 88 പ്രാവശ്യം എഴുതണം. അതാണ്. അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. പക്ഷെ ടൈം എടുത്താലും ക്ഷമയോടെ ചെയ്താൽ റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് 888-ന്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 222, 333, 444, 555, 777, 666 ഇല്ല കേട്ടോ. 666 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ആ നമ്പറിന്റെ ഒരു സ്പെഷ്യാലിറ്റി? അതൊരു എന്താ പറയാ, ഒരു ഒമൻ എന്ന് പറയും. ഒമൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു ദുർ നമ്പറാണ്. അത് പൈശാചികപരമായ ഒരു സംഭവമായിട്ട് കണക്റ്റഡ് ആണ് ഈ 666. 666 നമ്പർ എവിടെയെങ്കിലും കണ്ടി നമ്മൾ പേടിക്കണം. ഒരു പൈശാചിക സ്വാധീനം അവിടെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് 666 ഒരിക്കലും നമ്മൾ അഫർമേഷനിൽ എടുക്കില്ല. ഓക്കെ. അപ്പൊ 555 കഴിഞ്ഞ അടുത്തത് 777 ആണ്. അപ്പൊ 777 ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ 888. ഇത്രയാണ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഡെഫിനറ്റ്ലി 369 അഫർമേഷൻ ഉണ്ട്. 369 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്? 369 അഫർമേഷനിൽ നമ്മളൊരു അഫർമേഷൻ രാവിലെ 3 പ്രാവശ്യം എഴുതും, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം എഴുതും, രാത്രി 9 പ്രാവശ്യം എഴുതും. ഓക്കെ. 369 രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഭക്ഷണം കഴിക്കണം പോലെ. അതാണ് 369 സ്പെഷ്യാലിറ്റി. അതും വർക്ക് ചെയ്യുന്ന ഒരു അഫർമേഷൻ ആണ്. ഓക്കെ. അത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. ഇത് എല്ലാം കൂടെ ഒരു സമയം എടുക്കാൻ പാടില്ല. നമ്മൾ ആകെ അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്, അല്ലെ? 369 നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അഫർമേഷൻ ടെക്നിക്കാണ്. അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്നത്? രാവിലെ 3 ഒരു അഫർമേഷൻ, രാവിലെ 3, ഉച്ചയ്ക്ക് 6, വൈകിട്ട് 9 ഭക്ഷണം കഴിക്കുന്ന പോലെ. അത് ആലോചിച്ചാൽ മതി. ഓക്കെ. പിന്നെ വരുന്നത് 1111 അഫർമേഷൻ ടെക്നിക്ക് എന്ന് പറയും. 1111 എന്ന് പറഞ്ഞാൽ എന്താണ്? 1111 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിന്റെ ടൈമാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് 11:11 ആവുമ്പോ നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം കിട്ടും? അത് 2 പ്രാവശ്യം കിട്ടും, അല്ലെ? രാവിലെയും കിട്ടും, രാത്രിയും കിട്ടും. 11:11 ആവുന്ന സമയത്ത് നമ്മൾ എത്ര നേരം കിട്ടും? 11:11 നമുക്ക് സാധാരണ 1 മിനിറ്റല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അഫർമേഷൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് എഴുതി വെക്കണ അഫർമേഷൻ അല്ല. എഴുതാൻ സമയമില്ല നമുക്ക്, 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് മനസ്സിൽ നമ്മൾ കുറിക്കേണ്ട ഒരു അഫർമേഷൻ ആണ്. മനസ്സിൽ ഇത് ചിന്തിക്കണം. ഓക്കെ. 100% സിൻസിയർ ആയിട്ട് നമ്മൾ എന്താണ് വേണ്ടത് അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. അത് മാത്രമേ ചെയ്യാനുള്ള സമയമുള്ളൂ. ബിക്കോസ് യു ഗെറ്റ് ഓൺലി 1 മിനിറ്റ്. ഓക്കെ. അപ്പം ഈ 1 മിനിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3 ഡീപ്പ് ബ്രെത്ത് എടുക്കണം. ഓക്കെ. അപ്പൊ അതിന് നമ്മുടെ മനസ്സിൽ വേണം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കുക. എന്നിട്ട് 1, 2, 3 3 ഡീപ്പ് ബ്രെത്ത് എടുക്കേണ്ടി. ഈ ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മുടെ ശരീരത്തില് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആവും. ഈ പാരാസിമ്പത്തറ്റിക് നെർവ് നമ്മൾ എല്ലാത്തിലും പറയാറുണ്ട് ഈ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നത്. പക്ഷെ ആരും എന്താ സംഭവിക്കണമെന്നതിനെ പറ്റി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല. നമ്മൾ പറയും ഓക്കെ റിലാക്സ്ഡ് ആവും ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ എന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവെ. പക്ഷെ ശരിക്കും ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നെർവ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ട് ലോബിലാണ് അതുള്ളത്. അത് ആക്റ്റീവ് ആവും. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ BP കുറയും, നമ്മുടെ കോർട്ടിസോൾ ലെവൽ കുറയും. കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്ട്രെസ് ഹോർമോൺ ആണ്. അത് കുറയും. നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ഇൻടേക്ക് കൂടും. ഓക്കെ. ഓക്സിജൻ ഇൻടേക്ക് കൂടി എന്ത് സംഭവിക്കും? നമ്മുടെ ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ നെർവ് സിസ്റ്റം കൂടി റിലാക്സ്ഡ് ആവും. അത്രയേ ഉള്ളൂ. അപ്പൊ 3 ഡീപ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് 1 മിനിറ്റ് സമയത്തിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ. 11:11 എന്നുള്ള സമയത്തിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. അത് രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ നൈറ്റിലൊക്കെ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഉറക്കച്ചടവിലൊക്കെ ഇരിക്കും. അപ്പൊ അത്ര സിൻസിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതാണ് 11:11. അതേപോലെ 10:10 ഉണ്ട്. നമ്മൾ 10:10 കണ്ടിട്ടുള്ളൂ, വാച്ചിന്റെ സൂചി നിൽക്കുന്നത്. എല്ലാ ക്ലോക്കിന്റെയും ആഡിലൊക്കെ കാണാം, പരസ്യത്തിലൊക്കെ കാണാം 10:10 നിൽക്കുന്നത്. ആ 10:10 ചെയ്യാം. അതുപോലെ 12:12 ഇത് ചെയ്യാം. ഓക്കെ. പക്ഷെ ഇങ്ങനെ 3 ക്ലോക്ക് ബേസ്ഡ് ടൈം ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിലും ഏത് 11:11-ഉം 10:10-ഉം 12:12-ഉം ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഏതാ? 11:11 ആണ്. നമ്പറിന്റെ ഒരു സ്പെഷ്യാലിറ്റി 11:11-നകത്ത് 4 1 വരുന്നുണ്ടല്ലോ. അപ്പൊ ന്യൂമറോളജിക്കകത്ത് ഈ 4 എന്നുള്ള നമ്പർ നല്ലതാണ്, 1 നല്ലതാണ്. അതുകൊണ്ടായിരിക്കും ഇത് കൂടുതൽ പോപ്പുലർ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പറിന് ബേസ് ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, കുറച്ച് പുതിയ അറിവാണെന്ന്
ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പുതിയ അറിവാണ്, എനിക്കും പുതിയ അറിവാണിത്. അപ്പൊ നമുക്ക് ഏത് വേണേ ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തത് വിഷൻ ബോർഡ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? വിഷൻ ബോർഡ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? വിഷൻ ബോർഡ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? ഏഹ് അശ്വതി, ഞാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി കേട്ടോ തുടങ്ങിയപ്പോ, അത്രേ ഉള്ളൂ. ആ, സാത്താന്റെ നമ്പർ കറക്റ്റ്. ഞാൻ ഇപ്പഴേ ചാറ്റ് നോക്കുന്നു, സോറി. ഞാന് അപ്പൊ എന്താ പറഞ്ഞത്? വിഷൻ ബോർഡ് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വിഷൻ ബോർഡ് എന്റെ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സീയിങ് ഈസ് ബിലീവിങ് നമ്മൾ പറയും. എന്താണ്? കാണുന്നതാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെ? സാധാരണഗതിയിൽ പറയാറുണ്ട് എ പിക്ചർ ഇസ് വർത്ത് 1000 വേർഡ്സ് എന്ന് പറഞ്ഞാൽ 1000 വാക്ക് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പടം കാണിച്ചാൽ മതി എന്ന് നമ്മൾ പറയും. അപ്പൊ പടത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്, നമ്മൾ കാണുമ്പോൾ നമ്മളത് വിശ്വസിക്കും. മാത്രമല്ല, ഈ സെലക്റ്റീവ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മൾ ഒരു ഇമേജ് കാണാൻ നേരത്ത്. അപ്പൊ നമ്മൾ ഈ വിഷൻ ബോർഡ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് എന്താണോ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് അതിന്റെയൊക്കെ കറക്റ്റ് പിക്ചേഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കൊളാഷ് പോലെ ഉണ്ടാക്കുന്നു അല്ലെ? എന്നിട്ട് ആ ഓരോ പിക്ചേഴ്സിന്റെ അടിയിലും നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റും എഴുതാം വേണമെങ്കിൽ. ഇപ്പൊ 2026-ൽ ഞാൻ എന്റെ ഹെൽത്ത് ഇതുപോലെയാകും എന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഹെൽത്ത് നല്ല മസിൽമാൻ ആയിട്ടുള്ള ഒരാളെ ഞാൻ ജെമിനി വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ജിമ്മിൽ ഇരിക്കുന്ന പോലെ അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ, ഓഫ് എനിക്ക് ഇത്ര മസിലൊക്കെ വന്നല്ലോ എന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഏഹ് പക്ഷെ ആ ചിന്ത കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് മസിൽ വരുന്നുള്ള ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയോ? 11 ഒരു എത്രയാ ഇപ്പൊ റീസെന്റ് ഒരു സർവേ നടന്നത്, ഞാൻ ആ പോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 to 15% നമ്മുടെ മസില് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരും നമ്മൾ ജിമ്മിൽ പോയില്ലെങ്കിലും. എന്ത് ചെയ്താൽ മതി? നമ്മൾ ജിമ്മനായിട്ടിരിക്കുന്ന ഒരു പടം കണ്ട് എന്നിട്ട് നമ്മൾ കണ്ണടച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, നമ്മൾ വെയിറ്റ് എടുക്കുന്നതായിട്ട്. നമ്മൾ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല, മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് നാൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതൊരു ഭയങ്കര സംഭവമല്ലേ? ജിമ്മിൽ പോകാതെ മസിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലല്ലേ? പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു പെർസെന്റേജ് ഓഫ് മസിൽ നമുക്ക് വരും, ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോ ഈ ഒരു വിഷൻ അതിന്റെ എഫക്ട് വരാൻ കാരണം നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ റിയൽ ആയിട്ട് നമ്മൾ ഈ ജെമിനിയിലും AI യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ഒരു ഫിഗർ ഉണ്ടാക്കി വെച്ചാലോ? അതുപോലെ ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോണതായിട്ട് എനിക്കൊരു ആഗ്രഹം. ഞാൻ വൈഫും കൂടി സ്വിറ്റ്സർലൻഡിൽ സ്ട്രീറ്റിൽ കൂടി നടക്കുന്നതാണ് എന്റെ വിഷൻ ബോർഡിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ യൂറോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അന്ന് സ്വിറ്റ്സർലൻഡിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അവിടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇങ്ങനെ വിഷൻ ബോർഡിൽ ഒരു സംഭവം ഉണ്ടാക്കി, ജെമിനി യൂസ് ചെയ്ത്, ഗൂഗിൾ യൂസ് ചെയ്ത്. അപ്പം ഇങ്ങനെ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. സാധാരണഗതിയിൽ വിഷൻ ബോർഡ് ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് പോകണം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിന്റെ പിക്ചർ മാത്രം എടുത്ത് വെക്കും. പക്ഷെ നിങ്ങൾ ആ സ്ഥലത്ത് കൂടി നടക്കുന്ന രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങളുടെ വിഷൻ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരിക്കും, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അല്ലെ? കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ എഫക്റ്റീവ് ആവും. പെട്ടെന്ന് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇത് തന്നെ വിഷ്വലൈസ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ പോകുന്നതായിട്ട് കണ്ണക്കടച്ചിങ്ങിരുന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നതായിട്ട്, നമ്മൾ ആഗ്രഹമുള്ള സ്ഥലത്ത് പോകുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോട്ട്സ് കയറി വരും. അതാണ് മെയിൻ പ്രശ്നം അല്ലെ? നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. ഈ സെലക്ടീവ് ഫിൽട്ടറിങ് നടക്കുന്നത് എപ്പോഴാണ്? നമ്മൾ റിയൽ പിക്ചർ കാണുമ്പോഴാണ്. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. നമ്മൾ അവിടെയാണ്, നമ്മൾ പടം കണ്ടോണ്ടിരിക്കുക. കുറെ നേരം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീല്, നമുക്കൊരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഈ തോട്ട്സിനെ നമ്മൾ കട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു മെഡിറ്റേഷൻ നമുക്ക് ഇന്ന് ചെയ്യാം. കാര്യം എല്ലാത്തിനും വില്ലൻ തോട്ട്സ് ആണ് നമ്മുടെ അല്ലെ? അപ്പൊ ഈ തോട്ട്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതിന്റെ ഒരു ചെറിയ പരിപാടി. ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്തത് സിമ്പിൾസ് ആൻഡ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് ബന്ധപ്പെട്ട നമുക്കൊരു മാനിഫെസ്റ്റേഷൻ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതായത് ഉദാഹരണം പറഞ്ഞെങ്കിൽ നമ്മളൊരു കല്ലെടുക്കുന്നു. ആ കല്ലെടുത്തിട്ട് ആ കല്ലിൽ പിടിച്ചുകൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്, എനിക്ക് ഇന്നൊരു ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ആ കല്ലിന് പിടിച്ചിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അല്ലെ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കി തരും അല്ലെ? അത് എപ്പോഴും നമ്മൾ ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. കാര്യം ഈ നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയും അതിന് താങ്ക്സ് പറയുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഫർമേഷൻസിലെല്ലാം എന്തുണ്ട്? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ റിയൽ സെൻസിൽ നമുക്ക് ആ ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ഉണ്ടാവണം. ശരിക്കും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ? ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എത്ര സന്തോഷം, എത്ര നന്ദി പറയും
അല്ലേ? അതേപോലെ ഉള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് നമ്മുടെ മൈൻഡിൽ വരികയും ആ ഒരു അഫർമേഷനും അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡും നമുക്കുണ്ട്. എന്നിട്ട് ഒരു സ്റ്റോൺ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് അത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഈ അഫർമേഷൻ ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്കെ, യു മേക്ക് ഇറ്റ് ഹാബിറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെന്ത് സംഭവിക്കും? നിങ്ങൾ ആ സ്റ്റോൺ കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അഫർമേഷനും ആ ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അല്ലെ? ആ ഒരു വസ്തു നിങ്ങളുടെ നിങ്ങളുടെ അഫർമേഷൻ എളുപ്പമാക്കാൻ ഉപയോഗപ്പെടും. അല്ലെ? ബിക്കോസ് ഓഫ് ദ കണക്ടിവിറ്റി വിച്ച് യു ഹാവ് ഓൾറെഡി ഡൺ. ഈ കണക്ഷൻ, നമ്മുടെ തോട്ട്സ് എന്നുള്ളത് പല വസ്തുക്കളായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള തോട്ട്സ് ഉണ്ട്. അല്ലെ? തോട്ട്സ് ട്രിഗർ ചെയ്യാനുള്ള പല മെക്കാനിസം ഉണ്ട്. അതൊരു വലിയ സബ്ജക്റ്റ് ആണ്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം. ഞാനത് സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നല്ല തോട്ട്സ് വരാനുള്ള ട്രിഗറിങ് മെക്കാനിസം എന്താ ചെയ്യണം എന്നുള്ളത്. അത് വിൽ മേക്ക് ഇറ്റ് ഓൺ സം അതർ ഡേ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും കാര്യങ്ങളും അഫർമേഷനും ഒക്കെ ഒരു വസ്തുവായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ഗോ പരിപാടി എന്ന് പറയും. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ അറബിയിൽ പറയും തവക്കൽ എന്ന് പറയും. അറബിയിൽ തവക്കൽ തു അലല്ലാ എന്ന് നമ്മൾ പറയാറുണ്ട് അറബിയിൽ. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്നറിയോ? സമർപ്പിക്കുന്നു, ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. നമ്മൾ ഇവിടെ പറയും നമ്മുടെ എന്താ പറയാ, നമ്മുടെ വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ചെയ്യണത് എന്താ? അത് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയും. അല്ലെ? ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതെല്ലാം പക്കയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഡു യുവർ ബെസ്റ്റ്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പക്കയായിട്ട് സിൻസിയറായിട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി ദൈവത്തിലേക്ക് സമർപ്പിക്കുക. അതാണ് ലീവ് ദ റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ, പക്ഷെ ചിലർ ഇങ്ങനെ നമ്മൾ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കൊക്കെ ചെയ്തിട്ട് അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ പാടില്ല. അതങ്ങോട്ട് അതിന്റെ പാട്ടിന് വിട്ടേക്കണം. കാര്യം നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തല്ലോ, ബാക്കി നിങ്ങളുടെ പുറകെ വരും. ആ ഒരു വിശ്വാസം വേണം, ആ ഒരു ട്രസ്റ്റ് വേണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെഷൻ കുറച്ച് ഷോർട്ടാക്കി വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഫൈൻ. അപ്പൊ നമുക്കിനൊരു എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യം എന്താ അറിയോ? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാല് നമ്മൾ ഈ നിമിഷം ജീവിക്കുക, പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അല്ലേ? അപ്പൊ നമ്മളൊന്നും ബോധറിയില്ല അധികം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സമാധാനം കളയുന്നത്. ഒന്ന് എന്താണ്? നമ്മുടെ പാസ്റ്റ്. അതെപ്പോഴും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിലേക്ക്. രണ്ട്, ആ പാസ്റ്റ് ബിറ്റർ ആയിട്ടുള്ള പാസ്റ്റ് ആണെങ്കിലോ, അത്ര രസമില്ലാത്ത പാസ്റ്റ് ആണെങ്കിലോ, അത് നമ്മളെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ഹോണ്ട് ചെയ്യും പുറകെ കടന്നിട്ട്. രണ്ടാമത്തേത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആങ്സൈറ്റി. എന്താവും ഭാവിയിൽ, എന്തായിരിക്കും അവസ്ഥ? അത് സ്വാഭാവിക മനുഷ്യന്റെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ വലിയ പുണ്യം പുരുഷന്മാരും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് നമ്മുടെ അടുത്ത് കോമൺ ആയിട്ടൊരു കാര്യം. എന്താണത്? യു ട്രൈ ടു ലീവ് അറ്റ് ദ പ്രസന്റ്. ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം. ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് അതൊരു പ്രാക്ടീസ്, നല്ലൊരു പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാലേ ഇത്ര ഹാപ്പി നമുക്ക് വേറെ ഇല്ല. കാര്യം എന്താ സംഭവിക്കാന്നറിയാം? ഇപ്പോഴത്തെ മൊമെന്റ് അടിപൊളിയാക്കാൻ നമ്മൾ നോക്കും. അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യും. ഈ ചെയ്യുന്നതിന് വിഘ്നം നിൽക്കുന്നത് എന്താണ്? നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ഫ്യൂച്ചറും. ശരിയല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? കയ്യിലുള്ളതും പോവും, നമുക്ക് അങ്ങോട്ട് എന്താ പറയാ, ഇനി പോണതും കിട്ടൂല. കാരണം നമ്മള് പ്രസന്റ് ഫുൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. അതിനെന്ത് ചെയ്യേണ്ടത്? അതിന് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ തോട്ട്സിനെ കട്ട് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം മെഡിറ്റേഷനും ആപ്ലിക്കബിൾ ആട്ടോ. കാര്യം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആ മൊമെന്റിൽ, അത് ഏത് ടൈപ്പ് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഒരു നോർമലായിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ പ്രാണായാമയോ, അല്ലെങ്കിൽ ഇപ്പം മുസ്ലിങ്ങളാണ് നിസ്കരിക്കുന്നതോ, ദാറ്റ് ഇസ് ഓൾസോ മെഡിറ്റേഷൻ. അല്ലെ? അപ്പോഴൊക്കെ ഈ തോട്ട്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. നിസ്കരിക്കാനായിട്ട് ഞാനൊക്കെ കൈ കെട്ടാൻ നേരത്ത് വരും എന്ത് ഓരോ ചിന്തകൾ ആവശ്യമില്ലാത്ത. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇത് തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം.
അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് റെഡി ആയിട്ട് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കൂ. ഓൾ ഓഫ് യു സിറ്റ് സ്ട്രെയിറ്റ്. ഓക്കെ, ദെൻ റിലാക്സ്. ഷോൾഡേഴ്സ് എല്ലാം നിങ്ങളുടെ കുറച്ച് ലൂസ് ആയിട്ട് വെക്കുക. ഓക്കെ, കീപ് യുവർ ഷോൾഡേഴ്സ് ലൂസ്. എന്നിട്ട് ക്ലോസ് യുവർ ഐസ്, കണ്ണടയ്ക്കുക. ബ്രീത്ത് ഇൻ, ഹോൾഡ് യുവർ ബ്രെത്ത് ഫോർ 2 seconds, then breathe out through mouth. വായി കൂടി പുറത്തേക്ക് ശ്വാസം വിടുക. ഓക്കെ, then breathe in for 4 seconds, hold for 2 seconds, then breathe out for 6 seconds. പുറത്തേക്ക് പതുക്കെ വായി കൂടി പുറത്തേക്ക് വിടുക. ഇത് ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. ബ്രീത്ത് ഇൻ, ഹോൾഡ്, then breathe out. ഓക്കെ, നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു നീലാകാശം മാത്രം ഉള്ളതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നീലാകാശം, പ്ലെയിൻ സ്കൈ. ഓക്കെ, ഈ നീലാകാശത്തിലൂടെ ചെറിയ കാർമേഘങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇടത്ത് വശത്ത് നിന്ന് വലത്ത് വശത്തോട്ട് പതുക്കെ പതുക്കെ ആ കാർമേഘങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കാർമേഘങ്ങളെല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങൾ നീലാകാശം കാണുന്നതിൽ തടസ്സം നിൽക്കുന്നത് ഈ കാർമേഘങ്ങളാണ്. നീലാകാശമാകട്ടെ ഒരു സമാധാനത്തിന്റെ ലോകമാണ്. ഈ ചിന്തകൾ എന്തുമാവാം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകൾ വരുന്നുണ്ടാവാം. ചിലപ്പോൾ അതൊരു ഓർമ്മയാവാം, അതല്ലെങ്കിൽ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവിനെ പറ്റിയുള്ള ചില നിഗമനങ്ങളാവാം. എന്തുമായിക്കൊള്ളട്ടെ, അവയെല്ലാം കടന്നുപോട്ടെ. കാർമേഘങ്ങളുടെ കൂടെ കടന്നുപോട്ടെ. അങ്ങനെ കാർമേഘങ്ങൾ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നീലാകാശത്തെ കൂടുതൽ വ്യക്തമായി കാണാം. കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ ആകാശം കാണുകയാണ്. ഇനി നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ മാത്രമാവട്ടെ. ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഒരു പക്ഷേ ചിന്തകൾ വീണ്ടും കയറി വന്നേക്കാം. അപ്പോൾ ആ ചിന്തകളിൽ നിന്നും വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ചിന്തകൾ വരാം. അപ്പോഴും ഇതേ പ്രക്രിയ ആവർത്തിക്കുക. ഓരോ പ്രാവശ്യവും ചിന്തകൾ കയറി വരുമ്പോഴും ആ ചിന്തകൾ കാർമേഘങ്ങളായി സങ്കല്പിച്ച് കടന്നു പോകുന്നതായി മനസ്സിൽ കരുതുക. നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇത് 1, 2, 3 അല്ലെങ്കിൽ 100 തവണ വേണമെങ്കിലും ഇത് ആവർത്തിക്കാം. പക്ഷെ അവസാനം നിങ്ങളുടെ ചിന്ത വരേണ്ടത് ശ്വാസത്തിൽ മാത്രം. നിങ്ങളുടെ ചിന്ത പൂർണ്ണമായി ശ്വാസത്തിൽ കൊണ്ടുവന്ന് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് വ്യക്തമായി അറിയാം. നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ താളം നിങ്ങൾക്ക് അനുഭവിക്കാം. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ
ശ്വാസത്തിൽ നിന്നും ശരീരത്തിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് അനുഭവിക്കൂ. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ചെറിയ ചെറിയ സെൻസേഷൻസ് അനുഭവിക്കൂ. നിങ്ങളുടെ ചിന്ത ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മാത്രം, പൂർണ്ണമായും ശരീരത്തിൽ മാത്രം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാടും ഉള്ള ശബ്ദങ്ങളിലേക്ക് മാറ്റാം. ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് കറങ്ങുന്ന ഫാനിന്റെ ശബ്ദമാവാം, കടന്നു പോകുന്ന ഏതെങ്കിലും വാഹനത്തിന്റെ ശബ്ദമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിൽക്കുന്ന നിശബ്ദതയാവാം. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. മറ്റെങ്ങും പോകുന്നില്ല. ഇനി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. കൈകാലുകളെ ചെറുതായി ഒന്ന് അനക്കുക. ആ ചലനം അനുഭവിക്കുക, 100% അനുഭവിക്കുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. Now slowly open your eyes. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇതിന് പറയുന്നത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്നാണ്. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായി നിങ്ങളുടെ നിയന്ത്രണത്തിലാവും. ഇത് കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതി. 5 to 10 minutes ഒരു ദിവസം. അങ്ങനെ ഇത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് നാൾക്കുള്ളിൽ ഈ ചിന്തകൾ കയറി വരുന്നതും ചിന്ത ഇങ്ങനെ സ്കാറ്ററായി പോകുന്നതൊക്കെ പോവും. പൂർണ്ണമായും നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രമിച്ചു നോക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ തൽക്കാലം നമ്മളുടെ സെഷൻ ഇന്നത്തെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആരാ വരിക? ഞാൻ വിളിക്കണോ? ഗീത ശേഖർ ആയിക്കോട്ടെ. ഫസ്റ്റ് ഗീത ശേഖർ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Can you unmute yourself? പറ്റുന്നുണ്ടോ? അൺമ്യൂട്ട് ആയല്ലോ. ഇനി സംസാരിക്കാം. എനിക്ക് ഇപ്പം കുറെ മാറ്റങ്ങളുണ്ട്. എന്നാലും ചില സമയത്ത് ഡൗൺ ആയി പോകുന്നുണ്ട്. കുറച്ച് നാളായിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. എന്താ പറയാ, എന്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെയായാലും രാവിലെ എഴുന്നേറ്റ് എന്താ പറയാ, മൂഡ് ശരിക്കും ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് വരുന്നില്ല. എന്തെല്ലോ വേണ്ട